പെരുന്നാളൊക്കെ കഴിഞ്ഞ് രണ്ടാം പെരുന്നാളിന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന സമയം തന്നെ വേഗം കിച്ചണിലേക്കാണ് പോയി നോക്കിയത് ഉമ്മ ഇന്ന് എന്തൊക്കെ സ്പെഷ്യലാണ് ഉണ്ടാക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും ബിരിയാണി വേണ്ടാന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ നല്ല നെയ്ച്ചോറും ഇഷ്ടക്കറിയും പിന്നെ ബീഫ് വരട്ടിയതും കോഴി നിറച്ചതും പിന്നെ നല്ല ഫിഷൊക്കെ പൊരിച്ചത് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഉമ്മ കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാടിട്ടിട്ടുണ്ടാവും, പാവം രാവിലെ മുതലേ തുടങ്ങിയിട്ടുണ്ടാവും പണി. പക്ഷേ എന്നാലും നമ്മൾ വരുന്നത് എപ്പോഴെങ്കിലും അല്ലേ നമ്മളിങ്ങനെ വരലുള്ളൂ. അപ്പോൾ ഉമ്മ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉമ്മനെ. ഇങ്ങനെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയമാണെങ്കിൽ ഉപ്പയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ലാവിഷായിട്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ എൻ്റെ അമ്മേൻ്റെ വീട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാൻ നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ആയിക്കുട്ടിയും ഏക്കുട്ടിയും കാണിക്കുന്നത്. അങ്ങനെ ഇക്കാക്ക് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് ആൾ പോയി. പിന്നെ കുറേ നേരം അവിടെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പം നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.